ഭിക്ഷാന്നം ഭുജിക്കുന്നതാണ് ശ്രേയസ്കരം. അപ്പൊ ഈ മഹാനുഭാവന്മാരായ ഗുരുക്കന്മാരെ കൊല്ലാതെ ഭിക്ഷാടനം ചെയ്ത് ഭിക്ഷാന്നം കൊണ്ട് ജീവിക്കുന്നതാണ് തനിക്ക് ശ്രേയസ്കരം എന്ന് അർജുനൻ എടുത്തു പറയുന്നു. അർജുനന്റെ അറിവിൽ ഈ മഹാനുഭാവന്മാരായ ഗുരുക്കന്മാർ ഒരിക്കലും കൊല്ലപ്പെടാൻ പാടുള്ളതല്ല, തന്നാൽ കൊല്ലപ്പെടാൻ പാടുള്ളതല്ല. ശിഷ്യഭാവത്തിലിരിക്കുന്ന താൻ അവരെ കൊല്ലുന്നത് ഏതായാലും മഹാപാപമായിട്ട് അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിശ്ചയം. അപ്പൊ അവരെ കൊല്ലാതെ ഭിക്ഷാടനം ചെയ്ത് ജീവിക്കുന്നതാണ് തനിക്ക് ശ്രേയസ്കരം എന്ന് അർജുനൻ പറയുകയാണ്. ഭിക്ഷാന്നം, അതാണ് ഭൈക്ഷ്യം. ഭൈക്ഷ്യം എന്ന് പറഞ്ഞാല് ആരെയും ഉപദ്രവിക്കാതെ യദൃച്ഛാലാഭത്താൽ വന്നു ചേരുന്ന അന്നത്തിനാണ് ഭൈക്ഷ്യം, ഭിക്ഷാന്നം എന്നൊക്കെ പറയാം. അയാചിതം അന്നം ഭിക്ഷ എന്ന ഭിക്ഷയ്ക്ക് നിർവചനമുണ്ട്. അയാചിതം അന്നം എന്ന് യാചിക്കാതെ തന്നെ വന്നു ചേരുന്നത്, ആരെയും ഉപദ്രവിക്കാതെ പീഡിപ്പിക്കാതെ വന്നു ചേരുന്നത് എന്ന്. അതുകൊണ്ടാണ് ഭിക്ഷാടനത്തിന് പോവുകയാണെങ്കിൽ പോലും 3 ഗൃഹങ്ങളിലെ ഭിക്ഷാടനം ചെയ്യാവൂ. മറ്റതിപ്പോ പ്രൊഫഷണൽ ഭിക്ഷാടനമാണ്, ബിസിനസ്സാണ്, മാഫിയകളാണ് ഇപ്പോഴത്തെ ഭിക്ഷാടനം നടത്തുന്നത്. പണ്ടത്തെ ഭിക്ഷാടനം എന്ന് പറഞ്ഞാല് 3 ഗൃഹങ്ങളിൽ മാത്രമേ പോകാവൂ. ഒരു സന്യാസി തനിക്ക് ഒരു ദിവസം വിശക്കുന്നുണ്ടെങ്കിൽ, തനിക്ക് ഭക്ഷണത്തിന് ആവശ്യമുണ്ടെങ്കിൽ, തനിക്ക് പ്രാരബ്ധമുണ്ടെങ്കിൽ അത് കിട്ടും. അപ്പൊ അതിന് താൻ വനത്തിലോ ഗുഹയിലോ ഇരിക്കുന്ന ആളാണ്, ചിലപ്പോ എല്ലാവരും അവിടെ കൊണ്ട് തന്നോളന്നില്ല. അതിനുവേണ്ടി എന്ത് ചെയ്യണു? സമൂഹത്തിലേക്ക് വന്ന് ഏതെങ്കിലും ഗൃഹസ്ഥന്മാരുടെ, ഉത്തമ ഗൃഹസ്ഥന്മാരുടെ ഗൃഹത്തിന് മുമ്പിൽ ചെന്ന് 3 പ്രാവശ്യം പറയാം ഭിക്ഷാം ദേഹി, ഭിക്ഷാം ദേഹി, ഭിക്ഷാം ദേഹി എന്ന്. അത് കേട്ടില്ല, ആരും റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ അവിടുന്ന് പോകാം, അടുത്തൊരു ഗൃഹത്തിൽ പോവാം, ഇതുപോലെ 3ാമതൊരു ഗൃഹത്തിൽ പോകാം. അതേ ശാസ്ത്രീയമായിട്ട് അലൗഡ് ഉള്ളൂ. 3 ഗൃഹത്തിലും നിങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം നിങ്ങൾക്ക് പ്രാരബ്ധമില്ല. നിങ്ങൾക്ക് അന്നത്തെ ദിവസം ഭക്ഷണം വിധിച്ചിട്ടില്ല, മടങ്ങിക്കോളൂ, തിരിച്ച് ഗുഹയിലേക്ക് പൊക്കോളൂ, തപസ് തുടർന്നോളൂ, നാളെ നോക്കാം. അല്ലെങ്കിലോ ഭഗവാൻ എത്തിച്ചോളും നിങ്ങൾക്ക് യോഗം ഉണ്ടെങ്കിൽ. അതുകൊണ്ട് 3 ഗൃഹത്തിൽ ഭിക്ഷാടനം ചെയ്യാനാണ് വർണ്ണാശ്രമധർമ്മങ്ങളിൽ ഭിക്ഷുധർമ്മം പറയുമ്പോൾ, സന്യാസധർമ്മം പറയുമ്പോൾ, ഭിക്ഷാടനത്തെ കുറിച്ച് പറയുമ്പോൾ പറയുക. നമ്മുടെ ഭാഗവതത്തിൽ തന്നെ സപ്തമസ്കന്ധത്തിൽ നാരദൻ പ്രഹ്ലാദന് പറഞ്ഞു കൊടുക്കുന്ന സന്യാസധർമ്മമൊക്കെ ഉണ്ട്, അവിടെയൊക്കെ വരുന്നതൊക്കെ. ഭഗവാൻ ഉദ്ധവന് കൊടുക്കുന്നതായിട്ടുള്ള ഉപദേശത്തിലും വരുന്നതൊക്കെ. വർണ്ണാശ്രമധർമ്മം പറയുമ്പോൾ സന്യാസധർമ്മം, അതിൽ ഭിക്ഷാടനം ചെയ്യുമ്പോൾ എങ്ങനെ. അപ്പൊ 3 ഗൃഹങ്ങളിൽ പോയാൽ മതി. കിട്ടാനുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടിയിരിക്കും, വിധിയുണ്ടെങ്കിൽ, പ്രാരബ്ധമുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ എത്ര വീടുകളിൽ പോയാലും കിട്ടാനും പോകുന്നില്ല. അതുകൊണ്ട് പോകേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള ഒരു ദൃഢനിശ്ചയം ഉണ്ടായിരിക്കണം ഒരു സന്യാസിക്ക്. തന്റെ പ്രാരബ്ധത്തിൽ പൂർണ്ണ വിശ്വാസം, ഈശ്വരന്റെ നിയമങ്ങളിൽ പൂർണ്ണ വിശ്വാസം. ഇവിടെ പറഞ്ഞു വന്നത് ഭിക്ഷ, ഭൈക്ഷ്യം. അപ്പൊ സന്യാസധർമ്മം തന്നെയാണ് ഇവിടെ അർജുനൻ ഭൈക്ഷ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ മഹാനുഭാവന്മാരായ ഗുരുക്കന്മാരെ വധിക്കാതെ ഭിക്ഷാടനം ചെയ്ത് ജീവിക്കുന്നതാണ് എനിക്ക് ശ്രേയസ്കരം എന്ന് തോന്നുന്നു. ഇനി അഥവാ അർത്ഥകാമാൻ തു ഗുരൂൻ ഇഹൈവ ഹത്വാ, ഹത്വാ അർത്ഥകാമാൻ ഗുരൂൻ. ഇവിടെ ഗുരുക്കന്മാര് അർത്ഥകാമന്മാരായിട്ട് വർണ്ണിച്ചിരിക്കുന്നു. ആദ്യ വരിയിലെ മഹാനുഭാവാൻ എന്ന് പറഞ്ഞു. മഹാനുഭാവന്മാരായ ഗുരുക്കന്മാരെ കൊല്ലാതെ ഭിക്ഷാടനം ചെയ്യുന്നതാണ് ശ്രേയസ്കരം എന്നത് ഒരു ന്യായം അർജുനൻ പറഞ്ഞു. ഇനി അവർ അർത്ഥകാമന്മാരാണെങ്കിൽ തന്നെ
അർത്ഥകാമന്മാരായിക്കോട്ടെ. അർത്ഥകാമന്മാരെന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും പ്രയോജനം കാംക്ഷിച്ച്, ഇപ്പോ ദ്രോണനും ഭീഷ്മരും അർത്ഥകാമികളാണ്. വാസ്തവത്തില് ദ്രോണനും ഭീഷ്മരും അർത്ഥകാമികളായിട്ടാണ് ദുര്യോധന പക്ഷത്ത് നിൽക്കുന്നത്. അർത്ഥകാമികൾ എന്നാൽ പ്രയോജനകാംക്ഷികൾ. അവരുടെ സെക്യൂരിറ്റിക്കും അവരുടെ സുഖത്തിനും വേണ്ടി ദുര്യോധനന് അടിമകളായിരിക്കുന്നവരാണ്. അർത്ഥം കാമിച്ച്, പ്രയോജനം കാംക്ഷിച്ച്. അപ്പൊ ഗുരുക്കന്മാരാണെങ്കിലും അവര് ഏതെങ്കിലും മോഹം കൊണ്ട്, ധനം മോഹിച്ചോ വേറെന്തെങ്കിലും സ്ഥാനമാനങ്ങൾ മോഹിച്ചോ ആണ് യുദ്ധത്തിന് വരുന്നതെങ്കിലും അവരെ കൊന്നാലും അവര് മോശമായി എന്ന് വിചാരിക്കുക. അർത്ഥകാമന്മാരായിട്ട് എന്നോട് യുദ്ധത്തിന് വന്നു, അങ്ങനെയുള്ളവരെ കൊന്നാ ദോഷമില്ല എന്ന് പാഠങ്ങളുണ്ട് എന്ന് ധർമ്മശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഗുരുക്കന്മാര് അർത്ഥകാമികളായിട്ട് വന്നാൽ അവരെ തിരിച്ച് യുദ്ധം ചെയ്യാം, അവരെ വധിക്കേണ്ടി വന്നാൽ വധിക്കാം, അവര് സ്വാർത്ഥന്മാരായാൽ അവരെ തിരുത്താം എന്ന് ശാസ്ത്രത്തിൽ എക്സംഷൻസ് ഉണ്ട്. ഗുരുക്കന്മാരെ പൂജിക്കണമെന്നാണ് മുഖ്യവിധിയെങ്കിലും ആ ഗുരുക്കന്മാർ തെറ്റ് ചെയ്താൽ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യത്തിന് തെറ്റ് ചെയ്യുന്ന ഗുരുക്കന്മാരെ തിരുത്താം, അങ്ങോട്ട് ശാസിക്കാം, അങ്ങോട്ട് ശിക്ഷിക്കാം എന്ന് വിധിയുണ്ട്, എന്ന് എക്സംഷൻ ഉണ്ട്. ഒരു വിധിക്ക് ചില ക്ലോസസ്, കണ്ടീഷൻസ് അഡീഷണൽ ഉണ്ട്. അതിൽ പറഞ്ഞിട്ടുണ്ട് ഗുരുക്കന്മാർ അർത്ഥകാമികളായിട്ട് പാപം ചെയ്യുകയാണെങ്കിൽ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം, അവരെ അതിൽ നിന്ന് തടയണം, വേണ്ടി വന്നാൽ അവരെ കൊല്ലാം. ഇപ്പൊ ഇതേ ഭീഷ്മർ തന്നെ തന്റെ ഗുരുവായ പരശുരാമനോട് യുദ്ധം ചെയ്തിട്ടില്ലേ, അദ്ദേഹത്തെ നിന്ദിച്ചിട്ടില്ലേ? അത് മാതൃകയായി എടുത്താൽ പോരെ? അപ്പൊ ഇവര് മഹാനുഭാവരാണോ? അപ്പൊ അർജുനനോളം മഹത്വം ഉണ്ടോ ഭീഷ്മർക്ക്? അർജുനൻ ഇത്രയൊക്കെ ചിന്തിക്കണു, ആ ഭീഷ്മർ ഇത്രയൊക്കെ ചിന്തിച്ചു. തന്റെ ഗുരു തന്നോട് ആജ്ഞാപിച്ചുകൊണ്ട് ഒരു ന്യായമായ കാര്യം പറഞ്ഞു വന്നപ്പോ താൻ കാരണം തെരുവിലായ ഒരു പെൺകുട്ടി അംബ, ആ അംബയെ നീ തന്നെ രക്ഷിക്കണം, അല്ലെങ്കിൽ അവളുടെ ജീവിതം പാഴായി, അവൾ ആത്മഹത്യ ചെയ്യാൻ നിൽക്കുകയാണ്. ഒരു സ്ത്രീയെ കണ്ണീരിലാഴ്ത്തി അവളെ ആത്മഹത്യക്ക് പറഞ്ഞു വിടരുത്, അവൾക്ക് ജീവിതം കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവനാണ് നീ എന്ന് പറഞ്ഞുകൊണ്ട് ന്യായമായ ഒരു ആവശ്യവും കൊണ്ടുവന്ന പരശുരാമൻ എന്ന മഹാഗുരുവിനെ ശിഷ്യനായ ഭീഷ്മർ എന്താ ചെയ്തത്? ചിന്തിക്കുക. അതേ ഭീഷ്മരെ ശിഷ്യഭാവത്തിലിരിക്കുന്ന അർജുനൻ അപ്പോ അതേ ന്യായത്തിലൂടെ കൈകാര്യം ചെയ്തൂടെ? ഇവിടെ അർജുനനാണെങ്കിൽ കുറച്ചുകൂടി ന്യായമുണ്ട്, അവിടെ ഭീഷ്മർക്ക് ഒരു ന്യായവുമില്ല. ഗുരു പറഞ്ഞതാണ് ന്യായം, പരശുരാമൻ പറഞ്ഞതാണ് ന്യായം. അദ്ദേഹത്തിന്റെ ആജ്ഞയെ ആചാര്യ ദേവോ ഭവ എന്ന് പറഞ്ഞ് സ്വീകരിക്കാൻ മാത്രമേ അവിടെ ഭീഷ്മർ പാടുള്ളൂവായിരുന്നു. അത് ലംഘിച്ചുകൊണ്ട് ആചാര്യനായ പരശുരാമനെ നിന്ദിച്ച് സംസാരിക്കുകയും യുദ്ധത്തിൽ തോൽവിയുടെ അടുത്തേക്ക് എത്തിക്കുകയും ചെയ്തു. പിന്നെ പല മഹാത്മാക്കളും ഇടപെട്ടിട്ടാണ് യുദ്ധത്തെ കോംപ്രമൈസ് ചെയ്ത് പിരിച്ചുവിട്ടത്. അല്ലെങ്കിൽ അന്ന് പരശുരാമൻ തോൽവി പ്രാപിച്ചേനെ, പരശുരാമനെ തോൽപ്പിച്ചേനെ, വേണ്ടി വന്നാൽ കൊന്നേനെ ഭീഷ്മര്. അതുവരേക്ക് പോണ്ടി വന്നാൽ പരശുരാമൻ വീറും വാശിയോടും കൂടി പൊരുതിക്കൊണ്ട് തന്നെ നിന്നിരുന്നെങ്കിൽ ഭീഷ്മരും പൊരുതി പരശുരാമനെ കൊന്നിട്ടുണ്ടാവും. ചരിത്രം വേണ്ടി വന്ന പരശുരാമനെ ഭീഷ്മർ കൊന്നിട്ടുണ്ടാവും. ചിന്തിക്കുക. അതിലേക്ക് പോയില്ല, പലരും വന്ന് പിന്തിരിപ്പിച്ചു. അവിടെ ആരാ മഹാത്മാക്കള് ഇടപെട്ടത് പിന്തിരിപ്പിക്കാൻ ഓർമ്മ വരില്ല? വ്യാസനാണോ, നാരദനാണോ, ബ്രഹ്മദേവനാണോ? ആരൊക്കെ ഇടപെട്ടിട്ടാണ് ഇവരെ പിന്തിരിപ്പിക്കുന്നത്? അതല്ലെങ്കിൽ പരശുരാമന്റെ ചിലപ്പോൾ പണി കഴിഞ്ഞേനെ. പക്ഷെ പരശുരാമൻ ചിരഞ്ജീവി ആയതുകൊണ്ട് അങ്ങനെ സംഭവിച്ചില്ല എന്ന് മാത്രം. ചിന്തിക്കുക. അപ്പൊ അതേ ഭീഷ്മരാണ് ഇവിടെ അധർമ്മത്തിന്റെ പക്ഷത്ത് രക്ഷകനായി നിൽക്കുന്നത്. ആ ഭീഷ്മരെ നേരിടാൻ അർജുനന് ഒരു മടിയും വേണ്ട.
ഇതേ അർജുനൻ തന്നെ തന്റെ ഗുരുവിനെ ശാസിച്ച സന്ദർഭം ഉണ്ടായിട്ടുമുണ്ട്. എപ്പോഴാണെന്ന് ഓർമ്മിക്കുണ്ടോ? ദ്രുപദനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന സന്ദർഭത്തിൽ ദ്രുപദന്റെ തലയിൽ ദ്രോണൻ കാലെടുത്ത് വെച്ചപ്പോൾ ആചാര്യനായ ദ്രോണനെ ശാസിക്കുന്ന ദ്രുപദനെ അർജുനനെ കാണാം. ആചാര്യനെ തടഞ്ഞു നിർത്തി, ഇത് അധർമ്മമാണ്, ഇത് ചെയ്യരുത്, കാലെടുക്കൂ എന്ന് വളരെ ശക്തമായിട്ട് സ്വന്തം ആചാര്യനായ ദ്രോണനെ ദ്രുപദന്റെ തലയിൽ നിന്ന് കാലെടുപ്പിച്ച അർജുനൻ. അപ്പോ ആചാര്യനാണെങ്കിലും തെറ്റ് ചെയ്താൽ ശാസിക്കേണ്ട സന്ദർഭങ്ങളിൽ ശാസിക്കാമെന്ന് നമ്മുടെ ധർമ്മശാസ്ത്രം അനുവദിച്ചിട്ടുണ്ട്. അത് അറിഞ്ഞ് അത് ചെയ്തിട്ടുള്ള ആളാണ് അർജുനൻ. ആ അർജുനൻ ഇപ്പൊ പറയുന്നു, അർത്ഥകാമന്മാരാണെങ്കിലും ആ ഗുരുക്കന്മാരെ കൊന്നാലും ഹത്വാ ഇഹൈവ ഇവിടെ ഭുഞ്ചീയ ഭോഗാൻ രുതിര പ്രതിഗ്ധാൻ, അവരുടെ രുതിരം പ്രതിഗ്ധമായത്, അവരുടെ ചോര പുരണ്ട ഭോഗങ്ങളല്ലേ ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. അവരുടെ രക്തത്തിൽ കുതിർന്ന രക്തം പുരണ്ടതായിട്ടുള്ള ഭോഗങ്ങളല്ലേ അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് അവരെ കൊല്ലാൻ എനിക്ക് മനസ്സില്ല. അപ്പൊ ഇവിടെ ഭോഗങ്ങളെ കുറിച്ചാണ് പിന്നെയും ചിന്ത. ഭോഗങ്ങളെ വിടും, അവനവന്റെ ധർമ്മം അത് മറന്നുകൊണ്ടാണ്. ഗുരുക്കന്മാർ അർത്ഥകാമികളായി വന്നിട്ടുണ്ടെങ്കിലും അവരെ കൊന്നാലും തനിക്ക് ഭോഗങ്ങൾ, അവരുടെ രക്തം പുരണ്ട ഭോഗങ്ങളല്ലേ അനുഭവിക്കേണ്ടി വരിക. അപ്പൊ ഭോഗങ്ങൾ വേണ്ടെങ്കിൽ യുദ്ധം കഴിഞ്ഞ് യുധിഷ്ഠിരനെ രാജ്യഭാരം ഏൽപ്പിച്ച് അർജുനന് വേണമെങ്കിൽ അപ്പ സന്യാസം പോവാം. ഭോഗങ്ങൾ അനുഭവിക്കാൻ നിൽക്കേണ്ട, അപ്പോഴും ഭൈക്ഷ്യത്തിന് പോകാം. പാകത വന്നിട്ടുണ്ടെങ്കിൽ, സന്യാസിയാകാൻ പാകത വന്നിട്ടുണ്ടെങ്കിൽ യുദ്ധം കഴിഞ്ഞിട്ട് സന്യസിച്ചോളൂ, ഒരു വിരോധമില്ല. ഇവിടെ അതൊന്നും ആലോചിക്കാതെയാണ് അർജുനൻ പറയുന്നത്, കഴിഞ്ഞാൽ കിട്ടുന്ന ഭോഗങ്ങൾ രുതിരം പുരണ്ടതല്ലേ. ആര് പറഞ്ഞു ഭോഗം നിർബന്ധമാണെന്ന്? അവനവന്റെ ഡ്യൂട്ടി കഴിഞ്ഞാൽ വളണ്ടറി റിട്ടയർമെന്റ് എടുത്തോളൂ, പോക്കോളൂ. എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു, ഞാനിതാ പോകുന്നു എന്നുള്ള സലാം പറഞ്ഞ് പോകാവുന്നതാണ് അർജുനന്. ഏട്ടനെ സിംഹാസനത്തിൽ ഇരുത്തി ധർമ്മ സംസ്ഥാപനം ചെയ്ത്, ഏട്ടാ ഇനിയിപ്പോ അങ്ങേക്ക് പേടിക്കാനൊന്നുമില്ല, ശത്രുക്കളെയൊക്കെ നിഗ്രഹിച്ചു കഴിഞ്ഞു, ഇനിതാ അങ്ങേക്ക് മറ്റു സഹോദരന്മാരുണ്ട് കാവല്, അങ്ങ് നല്ല രീതിയിൽ രാജ്യഭാരം സ്വീകരിച്ചോളൂ, എന്റെ മനസ്സ് സന്യാസത്തിലാണ്, ഞാൻ സന്യസിച്ചു പോണു എന്ന് പറഞ്ഞ് പോകാമല്ലോ. അങ്ങനെ സന്യസിക്കേണ്ട ആളാണെങ്കിൽ. ഇവിടെ സന്യാസം ഒന്നും മനസ്സിലുള്ളതല്ല. സന്യാസം ഇവിടെ ഒരു എസ്കേപ്പിസമായിട്ടാണ് അദ്ദേഹം കാണുന്നത്. രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, ഈ സംഘർഷത്തിൽ നിന്ന്, ഈ കൺഫ്യൂഷനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു താൽക്കാലിക സന്യാസമാണ് അർജുനൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ അദ്ദേഹത്തിന്റെ ഉള്ളില് സന്യാസം വളരെ തീവ്രമായിട്ട് ഒരു ഉദാത്തമായിട്ടുള്ളൊരു ജീവിത രീതിയായിട്ടൊന്നും അദ്ദേഹം കണ്ടിട്ടല്ല. ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള സന്യാസം. ചിന്തിക്കുക. എന്നിട്ട് അടുത്ത ശ്ലോകത്തിൽ അർജുനൻ തന്റെ കൺഫ്യൂഷൻ അവതരിപ്പിക്കുന്നു. അതാണ് നചൈതദ് വിദ്മഹ കതരത് നോ ഗരീയഃ യദ്വാ ജയേമ യദിവാനോ ജയേയുഹു യാനേവ ഹത്വാ ന ജിജീവിഷാമഃ തേ അവസ്ഥിതാഃ പ്രമുഖേ ധാർത്തരാഷ്ട്രാഃ. നച ഏതത് വിദ്മഹ, ഏതത് ന വിദ്മഹ, ഈ കാര്യം അറിയുന്നില്ല. ന വിദ്മഹ, ഈ കാര്യം നിശ്ചയിക്കാൻ കഴിയുന്നില്ല. ഏത്? കതരത് നഹ ഗരീയ. കതരത്, കതരത് എന്ന ഏതാണ്, ഇതരത് തന്നെയാണ്. അതാണോ ഇതാണോ? കതരത്, വിച്ച് വൺ ഈസ് ബെറ്റർ? ഗരീയ, ഗരീയ ഗുരുത്വമേറിയത്, മഹത്വമേറിയത്. ഏതാണ് നല്ലത്? കതരത് നോ ഗരീയ, നോ അസ്മാകം, ഞങ്ങൾക്ക് നല്ലത് എന്ന് ഞാൻ അറിയുന്നില്ല. യദ്വാ ജയേമ, ഞങ്ങൾ ആ കൗരവന്മാരെ ജയിക്കുന്നതാണോ നല്ലത്? യദിവ,
നോ ജയേയുഹു, അവർ ഞങ്ങളെ ജയിക്കുന്നതാണോ നല്ലത്, ഞങ്ങൾ അങ്ങോട്ട് ജയിക്കുന്നതാണോ അവർ ഞങ്ങളെ ജയിക്കുന്നതാണോ നല്ലത് എന്ന് എനിക്കറിയുന്നില്ല. ഏതാണിതിൽ നല്ലത്? അത്രയും മൂഢനായി എന്ന് പറയണം. യാനേവ ഹത്വാ ന ജിജീവിഷാമഹ, യാൻ ഏതാളുകളെ ഹത്വാ കൊന്നിട്ട് ന ജിജീവിഷാമഹ ഞങ്ങൾ ജീവിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നില്ലയോ, ഏത് ബന്ധുജനങ്ങളെ കൊന്നിട്ട് ഞങ്ങൾ ജീവിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നില്ലയോ, തേ അവസ്ഥിതാഹ പ്രമുഖേ ധാർത്തരാഷ്ട്രാഹ, തേ ധാർത്തരാഷ്ട്രാഹ, ആ ധൃതരാഷ്ട്രപുത്രന്മാർ ഞങ്ങളുടെ സ്വന്തം സഹോദരന്മാർ, അവരെ കൊന്നിട്ട് ഞങ്ങൾ ജീവിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയുള്ള ഞങ്ങളുടെ കസിൻസ്, ഞങ്ങളുടെ സഹോദരന്മാർ ഇതാ പ്രമുഖേ അവസ്ഥിതാഹ, പ്രമുഖേ എന്ന് പറഞ്ഞാൽ തൊട്ടു മുമ്പിൽ, ആയുധധാരികളായി യുദ്ധസന്നദ്ധരായി മരിക്കാൻ തയ്യാറായി കൊണ്ടുതാ മുമ്പിൽ വന്നു നിൽക്കുന്നു. ആരെ കൊന്നിട്ട് ഞങ്ങൾ ജീവിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നില്ലയോ ആ ഞങ്ങളുടെ സഹോദരന്മാർ ദുര്യോധനാദികളിതാ മുമ്പിൽ വന്നു നിൽക്കുന്നു. ഇപ്പോ ഏതാണ് ഞങ്ങൾക്ക് ശ്രേയസ്കരം, നല്ലത് എന്ന് തിരിച്ചറിയുന്നില്ല. ഞങ്ങൾ ജയിക്കണോ, ഞങ്ങൾ ജയിക്കപ്പെടണോ എന്ന് പറഞ്ഞാൽ അവരാൽ ഞങ്ങൾ ജയിക്കപ്പെടണോ അതോ ഞങ്ങൾ അവരെ ജയിക്കണമോ? ആകെ കൺഫ്യൂസ്ഡ് ആണ്. അടുത്ത 2 ശ്ലോകങ്ങളും കൂടി അർജുനൻ സറണ്ടർ ആവുകയാണ്. ഇവിടെയാണ് അർജുനൻ സറണ്ടർ ആവുന്നത്. ഇതുവരെ സറണ്ടർ ആയിട്ടില്ല, ഭഗവാന്റെ ഉപദേശം തേടിയിട്ടില്ല. ഇപ്പോഴാണ് തേടാൻ പോകുന്നത്. അതിന്റെ കാരണവും കൂടി പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഭഗവാന്റെ മുമ്പില് സമർപ്പിക്കുകയാണ്. അപ്പോഴാണ് ഭഗവാൻ ഗീതോപദേശം ചെയ്യുന്നത്. അതുവരെ അർജുനനും ഭഗവാനും നല്ല കൂട്ടുകാരായിരുന്നു. ഇപ്പോ ഭഗവാന് 89 വയസ്സ്. ഈ മഹാഭാരത യുദ്ധം നടക്കുമ്പോ ഗീതോപദേശം ചെയ്യുമ്പോൾ ഭഗവാന്റെ വയസ്സ് 89, അർജുനന് 87. ഇത്രയും കാലം കൂടെ നടന്നിട്ടും സുഹൃത്തുക്കളായിരുന്നിട്ടും ഉപദേശിച്ചിട്ടില്ല. എന്തുകൊണ്ട്? അർജുനൻ ഉപദേശിക്കാൻ പാകത്തിൽ നിന്നു കൊടുത്തിട്ടില്ല. അപ്പൊ ആരോട് ഉപദേശിക്കണം, ആരോട് ഉപദേശിക്കരുത് എന്നൊക്കെയുള്ള നിയമങ്ങളുണ്ട്. അത് ഭഗവാൻ അർജുനനോട് അവസാനം 18-ാം അധ്യായത്തിൽ പറയും. അർജുന, നിനക്ക് ഞാൻ ഉപദേശിച്ച ഈ ഉപദേശങ്ങൾ നീ ഇന്നവരോട് പറയരുത് കേട്ടുവോ, ഇന്നവരോടേ പറയാവൂ എന്ന്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ആ ഇന്നവരോട് പറയരുത് എന്ന് പറഞ്ഞ ആ കൂട്ടത്തിൽ പെടും ഇത്രയും കാലം അർജുനൻ. ഈ 87 വയസ്സ് വരെ അർജുനൻ ആ പറയരുത് എന്ന് പറഞ്ഞവരുടെ കൂട്ടത്തിലായിരുന്നു. ഇനി പറയാവുന്ന കൂട്ടരെയും എടുത്തു പറയുന്നുണ്ട്, ഇന്നവരോടൊക്കെ പറഞ്ഞോളൂ എന്ന്. ആ പാകത്തിലേക്ക് അർജുനൻ വരുന്നത് ദാ ഇനിയാണ്. അടുത്ത 2 ശ്ലോകത്തിലാണ് അത് കാണുക. എന്താ ഭഗവാന് 89 വയസ്സാണ് ഗീത പറയുമ്പോ എന്ന് പറയാൻ കാരണം, ഈ മഹാഭാരത യുദ്ധം കഴിഞ്ഞ് പിന്നെ 36 വർഷമാണ് ഭഗവാൻ ജീവിച്ചത്. ഗാന്ധാരി ശാപമൊക്കെ ഓർക്കുക. 125-ാമത്തെ വയസ്സിലാണ് ഭഗവാൻ കൃഷ്ണാവതാരം ഉപസംഹരിച്ചത്, ദേഹം ഉപേക്ഷിച്ച് പോയത്. 125-ാമത്തെ വർഷത്തില് ഭഗവാൻ 125 വയസ്സ് ഈ കൃഷ്ണാവതാരം ലീലയാടി എന്ന ഭാഗവതത്തിൽ എടുത്തു പറയുന്നുണ്ട്. ബ്രഹ്മദേവൻ എടുത്തു പറയുന്നുണ്ട് ഭഗവാനോട് അവസാനം വന്ന് സ്തുതിക്കുമ്പോൾ, അല്ലയോ ഭഗവാനെ, 125 വർഷമായി അങ്ങ് ഭൂമിയിൽ അവതരിച്ചിട്ട് ഭൂമിയുടെ ഭാരം മുഴുവൻ തീർത്തു, ഇനി അങ്ങേക്ക് മടങ്ങാം എന്ന് പറയുമ്പോ 100 വർഷവും 25 വർഷവും കഴിഞ്ഞു. ഭാഗവതം ഏകാദശ സ്കന്ധം 5-ാം അധ്യായത്തിലോ 6-ാം അധ്യായത്തിലോ ആണ് ബ്രഹ്മദേവന്റെ വാക്കുകൾ. 6-ാം അധ്യായത്തില് 125 വർഷമായി അങ്ങ് ഭൂമിയിൽ വന്നിട്ട് തിരിച്ചു പോണ്ടേ, അവതാരം ഉപസംഹരിച്ചൂടെ എന്ന് ചോദിക്കും.
അപ്പോഴാണ് ഭഗവാൻ അവതാരം ഉപസംഹരിക്കുന്നത്. അപ്പൊ 125 മൈനസ് 36 വർഷം കഴിഞ്ഞാൽ യാദവ വംശം മുടിയുമെന്ന് ഗാന്ധാരി ശാപം, അത് ഭഗവാന്റെ ഇച്ഛയാണ്, ഭഗവാൻ അങ്ങനെ ശപിപ്പിച്ചതാണ്. അപ്പൊ 125 മൈനസ് 36 89 വയസ്സാണ് ഗീതോപദേശം ചെയ്യുന്ന ഭഗവാനും അർജുനനും തമ്മില് ചുരുങ്ങിയ വ്യത്യാസം, 2 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. കൂട്ടുകാർ തന്നെയാണ് അവർ, നല്ല കൂട്ടുകാരാണ്. അപ്പൊ ഇത്രയും കാലം പറയാതിരുന്ന അർജുനനോട് ഇപ്പൊ പറയാറായത് എന്തുകൊണ്ട്? അർജുനൻ പാകമായതുകൊണ്ട്. ആ പാകമാകുന്ന അർജുനനെ അവതരിപ്പിക്കുന്നതാണ് അടുത്ത 2 ശ്ലോകങ്ങള്. നമുക്ക് നാളെ കാണാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. നാളെ കാണാം.